കേന്ദ്ര സർക്കാർ തൊഴിലുറപ്പ് പദ്ധതിയിൽ കൊണ്ടുവരുന്ന മാറ്റങ്ങളിൽ ആശങ്കയിലാണ് സാധാരണക്കാരായ തൊഴിലാളികൾ. സ്ഥിരമായി തൊഴിൽ ദിനങ്ങൾ ഉണ്ടാകുമോ, വേതനം ലഭിക്കുന്നതിൽ പ്രതിസന്ധി ഉണ്ടാകുമോ എന്നെല്ലാമുള്ള ആശങ്കകൾ അവർ പങ്കുവച്ചു. പദ്ധതിയുടെ പേരിൽ നിന്നും മഹാത്മാഗാന്ധിയെ എടുത്തു കളഞ്ഞതിലെ ദുഃഖവും അവർ മറച്ചുവെച്ചില്ല. ആശുപത്രി പോകാനായാലും പിന്നെ പ്രഷറും ഷുഗറും ഒക്കെ നോക്കാനായാലും മക്കൾ തന്നെ നോക്കിയിരിക്കാതെ എൻ്റെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഞാനിങ്ങനെ പോയി കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത്. പനിയോ അസുഖങ്ങളോ കാര്യങ്ങളോ വല്ലതും ആണെങ്കിൽ അവധിയെടുക്കും, പിന്നെ ബാക്കിയുള്ള ദിവസങ്ങളിൽ ജോലിക്ക് പോകും. ഇപ്പോഴത്തെ ഈ പുതിയ പദ്ധതി പ്രകാരം എനിക്ക് താല്പര്യമില്ല. നമുക്ക് മഹാത്മാഗാന്ധിയുടെ ആ പാതയിൽ കൂടെ പോകാൻ താല്പര്യം. അപ്പോൾ തൊഴിലിനും കുറയരുത്, തുകയും കുറയരുത്. പണിക്ക് പോവാ കേട്ടോ. ചോറിനുണ്ടേ. ഭർത്താവിന് അസുഖം വന്നതും വീട്ടിലൊരു നേരത്തെ ആരും മേടിക്കാൻ നിവൃത്തിയില്ലാത്തവരും ഒക്കെ എൻ്റെ കൂടെ നിൽക്കുന്നത്. അവർക്ക് കൈക്ക് വേദനയും കാലിന് വേദനയും എല്ലാ അസുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉള്ളവരാ. നമുക്ക് ഈ പണിയില്ലായ്മയായാലും നമുക്ക് വേറൊരു പണിക്ക് ചെന്നാൽ നമ്മളെ നിർത്തത്തില്ല, അവിടെ ബംഗാളികളെയാണ് നിർത്തുന്നത്. തൊഴിലിനും കുറഞ്ഞു വന്നാലും നമുക്ക് വേറെ പണി തിരക്കി പോകാൻ ചെല്ലുമ്പോൾ നമുക്ക് ഉടനെ പണി കിട്ടത്തില്ല. പിന്നെ വീട്ടിൽ അതുപോലെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടുമാകും. പിന്നെ നമുക്ക് പണിയുള്ളത് കൊണ്ട് ലോൺ എടുക്കുന്നതും ലോൺ അടയ്ക്കുന്നതൊക്കെ ഇങ്ങനെയുള്ള വരുമാനത്തിൽ നിന്ന്. ഇത് പത്തനംതിട്ട കടമ്മനിട്ട സ്വദേശി രമ. ഒറ്റയ്ക്കാണ് താമസം. ഏക വരുമാന മാർഗം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി. കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന പുതിയ പരിഷ്കാരങ്ങളിൽ ആശങ്കയിലാണ് രമയമ്മ. ആശങ്കയുണ്ട്. നമുക്ക് തൊഴിൽ ദിനം 125 വരുമെങ്കിലും നമുക്ക് പൈസ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമോ എങ്ങനെയൊക്കെയാണെന്നുള്ള ഒരു ആശങ്കയുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങൾ പ്രായമുള്ളവരെ എല്ലാം കൂടെ ഉൾക്കൊള്ളിച്ചല്ലേ തൊഴിൽ പോകുന്നത്. ഇനിയും വരുന്ന എന്തൊക്കെയാണെന്നുള്ള ഒരു ആശങ്ക എല്ലാ തൊഴിലാളികൾക്കും ഉണ്ട്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ള ഒരു സാധാരണക്കാരെ സംബന്ധിച്ച് അതൊരു അനുഗ്രഹമുള്ള ഒരു പേരായിരുന്നു. തുടർന്ന് വരുന്നത് എന്താണെന്ന് നമുക്ക് ഉൾക്കൊണ്ടല്ലേ പറ്റൂ നമ്മൾ എല്ലാം. സാധാരണക്കാരായ ജനങ്ങളോടുള്ള ഒരു വെല്ലുവിളിയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് തൊഴിൽ ദിനങ്ങൾ വെട്ടിക്കുറച്ചത്. മഹാത്മാവിന്റെ പേര് കളയുന്നതിൽ എന്താണ് ഈ സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ല. 360 രൂപയാണ് ഒരു തൊഴിൽ ദിനത്തിന് കിട്ടുന്നത്. ആ തൊഴിൽ ദിനങ്ങൾ പോലും കുറച്ച്, സാമ്പത്തികമൊക്കെ കുറച്ച് സാധാരണക്കാരന് വേണ്ടി നിൽക്കേണ്ട ഒരു സർക്കാർ അത് നടപ്പാക്കുന്നില്ല എന്നറിയുമ്പോൾ വളരെയധികം ദുഃഖമുണ്ട്. വലിയ പ്രതിഷേധം ജനങ്ങളുടെ ഭാഗത്തു നിന്നും തൊഴിലുറപ്പ് തൊഴിലാളികളിൽ നിന്നും ഉണ്ടാകുന്നതിൽ യാതൊരു സംശയമില്ല. തൊഴിലുറപ്പ് ഈ മനുഷ്യർക്ക് അവരുടെ ജീവിത പ്രാരാബ്ധങ്ങളോടുള്ള പടവെട്ടാണ്. അതിന് കോട്ടം തട്ടുമോ, വേതനം കൃത്യമായി ലഭിക്കുമോ, വേതനത്തിൽ കുറവുണ്ടാകുമോ എന്നതെല്ലാമാണ് ഇപ്പോഴുള്ള ആശങ്ക. ഞങ്ങൾക്ക് ഈ തൊഴിൽ വേതനം കുറയ്ക്കുക, അതിൽ നിന്നും ശമ്പളം കുറയ്ക്കുക എന്ന് പറയുമ്പം ഞങ്ങൾക്ക് മാനസികമായിട്ട് ഞങ്ങൾ തകരുന്ന കൂട്ടത്തിലാണ്. കാരണം ഞങ്ങൾക്ക് വേറെ വരുമാനമോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞങ്ങൾ ഈ പണി കളഞ്ഞേച്ച് വേറെ പണിക്ക് പോയാൽ ഞങ്ങൾക്ക് പണി കിട്ടത്തുമില്ല. ദിവസം കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ട്. എല്ലാവരും ഇതിനെ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. എല്ലാം ബുദ്ധിമുട്ടാണ്. പൈസയ്ക്കും ബുദ്ധിമുട്ടാണ്, പണി കുറഞ്ഞാലും ബുദ്ധിമുട്ടാണ്. പഴയതുപോലെ തന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് വന്നാൽ മതി. ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഈ തുടങ്ങിയ പണി ഞങ്ങൾക്ക് ഇതുവരെ പൈസ വന്നിട്ടുമില്ല. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് നേരെ നടക്കുന്ന ആക്ഷേപങ്ങളിലുള്ള ദുഃഖവും അവർ പങ്കുവച്ചു. ഞങ്ങൾ ജോലി ചെയ്യുന്നില്ല എന്നാണ് പിന്നെ വിമർശനം വരുന്നത്. ഷെഡുണ്ടാക്കി ടാർപ്പ കെട്ടി അവർ തിന്നുന്നു, കിടന്നുറങ്ങുന്നു. ഞങ്ങൾ ഇത്രയും കാർഡ് എടുത്തത് ഒരൊറ്റ വ്യക്തി വന്ന് കണ്ടിട്ടുമില്ല, തിരക്കിയിട്ടുമില്ല. പന്നിയുടെ മൂത്രം പന്നിയുടെ കാട്ടത്തിലുമാണ് ഞങ്ങൾ കിടന്ന് പണി ചെയ്യുന്നത്. അതൊന്നും ഈ പൊതുജനങ്ങൾ ആരും കാണാതെ ഞങ്ങളെ വിമർശിച്ച് ഞങ്ങളെ ഒരു താറടിക്കുന്ന രീതിയിലാണ് ഞങ്ങളോട് സമൂഹം പെരുമാറുന്നത്. പദ്ധതികളും ആശയങ്ങളും ജനങ്ങൾക്ക് വേണ്ടിയാണ്. തൊഴിലാളികൾക്ക് വേണ്ടാത്ത പരിഷ്കരണങ്ങൾ നടപ്പിലാക്കരുതെന്നാണ് ഇവർക്ക് പറയാനുള്ളത്. ക്യാമറമാൻ അഫ്സലാജിനൊപ്പം ശ്രീരാജ്, ന്യൂസ് മലയാളം, പത്തനംതിട്ട.